ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വ്ളോഗിൽ പ്രത്യേകിച്ചിട്ട് ഒന്നും പറയാനില്ല. പക്ഷേങ്കിൽ ഇന്നത്തെ സ്പെഷ്യൽ കാര്യങ്ങൾ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. സോ എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. ഫ്രണ്ട്സ്, രാവിലെ എണീച്ച് പിന്നെ ഇപ്പോൾ ഞാൻ ചായ കുടിക്കുവാണ്. ഫ്രണ്ട്സ്, ചായ കുടിച്ചുകൊണ്ട് ഞാനൊരു ഒരു ക്രീം യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് ആണ് റീഗോലൈറ്റ് ആൽമണ്ട് ആൻഡ് വിറ്റാമിൻ ഇ ബോഡി ലോഷൻ. ഫ്രണ്ട്സ്, ഇത് ആൽമണ്ടിൻ്റെയാണ്, ബദാമിൻ്റെ. അപ്പോൾ ഇത് ഒരു ബോഡി ലോഷനാണ്. ഇത് ലൈറ്റ് വെയ്റ്റ് ആൻഡ് നോൺ ഗ്രീസിയാണ്. ഇൻടാക്ട് ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ്, മേക്ക് സ്കിൻ സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് സപ്പിൾ. ഫ്രണ്ട്സ്, ഇത് ഒരു ചെറിയൊരു ക്രീമാണ്. ഇത് ഫെയർനെസ്സിന് നല്ല മോശമില്ല, നല്ല ക്രീമാണ്. ഇത് പിന്നെ വേറെയും കുറേ ഫ്ലേവേഴ്സിൽ കിട്ടാനുണ്ട്. നിങ്ങൾക്ക് ഞാനിത് പർച്ചേസ് ചെയ്ത് മീഷോന്നാണ്. അപ്പോൾ മീഷോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് തരാം. ഞാനത് മിക്കവാറുമല്ല ഇത് തേക്കുന്നത് കാലിനാണ് തേക്കൽ ഞാൻ. അപ്പോൾ ഈ ക്രീമിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വെളുക്കാൻ വേണ്ടി തേക്കുന്നതാണ്. അതായത് അധികം കറുപ്പില്ല സ്ഥലത്തൊക്കെ തേക്കുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാലിൻ്റെ, അതായത് പണിയെടുത്ത് വന്നാൽ കാല് ഒക്കെ കറക്കുമല്ലോ. അപ്പോൾ എൽബോസ്, നീസ്, അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ മിക്കവാറും ഞാനിത് കാലിനാണ് യൂസ് ചെയ്യൽ. ഈ ക്രീം കുറച്ച് ലോ പ്രൈസാണ് ഇതിന്. അപ്പോൾ എനിക്ക് പുതിയ ഒരു ടൈപ്പ് ക്രീമാണ്. ഇതിന് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ല. മുഖത്തൊക്കെ തേക്കും, പക്ഷെ എനിക്ക് ക്രീം മുഖത്ത് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. വേറൊരു ക്രീമുണ്ട്, കൊറിയൻ ക്രീമുണ്ട്, അപ്പോൾ അത് ഞാൻ മുഖത്ത് യൂസ് ചെയ്യും. ഇത് ഞാൻ കാലിനാണ് യൂസ് ചെയ്യല്. ഫ്രണ്ട്സ്, കാലിന് ഓൾറെഡി കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് തേച്ചാൽ നല്ല എഫക്റ്റാണ്. അപ്പോൾ ഇത് നല്ല എഫക്റ്റാണ് ഇത് തേച്ചാൽ. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. കൈക്ക് നിങ്ങൾ പണിയെടുക്കുന്ന സമയത്തിൻ്റെ അടുത്തടുത്ത് ഇത് യൂസ് ചെയ്യില്ല. കാരണം ഇത് പിന്നെ യൂസ് ചെയ്യാൻ അത് കഴുകിയാൽ പാത്രമൊക്കെ കഴുകുമ്പോഴൊക്കെ കുക്കിംഗ് എല്ലാം ചെയ്യുമ്പോഴെല്ലാം കുറച്ച് കെമിക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്മെല്ലായിട്ട് ബദാമാണ്, എന്നാലും കുറച്ച് ഇതായിട്ടില്ല. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ മകൻ കോളേജിൽ പോകും, അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു. അപ്പോൾ അൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്, മകൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ 9 o'clock ആകാൻ പോകുന്നുണ്ട്. എൻ്റെ മകനിപ്പോൾ കോളേജിൽ പോകണം. ഫ്രണ്ട്സ്, എൻ്റെ മകൻ കോളേജിൽ പോകുന്നത് 8:30 ഇപ്പോൾ ടൈം. ഫ്രണ്ട്സ്, എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോഗ്രാമിംഗ് ഒക്കെ കഴിഞ്ഞ്, അപ്പോൾ കർട്ടൻസ് ഉണ്ടായിരുന്നു, കർട്ടൻസ് അലക്കാൻ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ കർട്ടൻ ഞാൻ ആറിയിട്ട്, ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് കർട്ടനാണ്. കുറച്ചും കൂടി കർട്ടൻസ് ഉണ്ട് ആറിയിടാൻ. ഇതാ കണ്ടോളൂ, കർട്ടനൊക്കെ ആറിയിട്ട്. അപ്പോൾ ഇതാ. ഫ്രണ്ട്സ്, രാവിലെ പിന്നെ ഇപ്പോൾ വിഷുവൊക്കെ വരുന്നില്ല, അപ്പോൾ എല്ലാം ക്ലീനിങ് ഒക്കെ ഞാൻ നടത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ കുക്കിംഗ് ഇപ്പോൾ ലഞ്ചിന് ഇന്ന് വെജിറ്റബിൾ വെണ്ടക്കയും പിന്നെ ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ. കറിയുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി, പിന്നെ വിളക്കിൻ്റെ അടുത്തെല്ലാം തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇപ്പോൾ വിളക്ക് ഞാൻ വൈകുന്നേരമാണ് കത്തിക്കാറ്.
ഇപ്പോൾ രാവിലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി ലഞ്ചിൻ്റെ 2 പണിയേ ബാക്കിയുള്ളൂ. 2 ഐറ്റം ചോറും വെണ്ടയ്ക്ക വെക്കുന്നുണ്ട്. ബാക്കി കിച്ചണൊക്കെ ക്ലീനാക്കി പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ആക്കിക്കൊണ്ട് ഇപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ക്ലീനിങ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പം 8:30 ആയി. ഇനിയിപ്പം ബാക്കി ടൈം ഹാഫ് ആൻ അവർ ഉണ്ട്. ഹാഫ് ആൻ അവറിൽ ഇപ്പോൾ ചായ കൊടുക്കും. പിന്നെ ഇപ്പോൾ കുറേ പണിയെടുത്തിന്. ബാക്കി ഞാൻ എൻ്റെ ക്രീമിൻ്റെ സ്പെഷ്യൽ ക്രീമിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫ്രണ്ട്സ്. ഇത് നല്ല ക്രീമാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഞാൻ പറയുന്നില്ല. ബെറ്റർ ക്വാളിറ്റി ഉണ്ടോ, പക്ഷേ ഇത് നിങ്ങൾക്ക് അധികം കോസ്റ്റ്ലി ആയി വരുന്നില്ല. ഇതിൻ്റെ സെയിം പ്രോഡക്റ്റ് കോസ്റ്റ്ലിയിൽ അവൈലബിൾ ഉണ്ട്. ഇത് നല്ല ബെസ്റ്റ് സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതാ തേക്കാറ് കാലിന് വേണ്ടിയിട്ട്. എനിവേ കാലിന് നമുക്ക് കുറച്ച് വാസലിൻ പിന്നെ മെയിൻറ്റെയിൻ പാഡിക്യൂറെല്ലാം ചെയ്യുന്നത് നല്ലതാണ് വീട്ടിൽ. ഇപ്പോൾ ഞാൻ പാഡിക്യൂർ ഇടയ്ക്കിടയ്ക്ക് നല്ല കാലിൻ്റെ ഫീറ്റിന് വേണ്ടിയിട്ട് മൊത്തം കഴുകിയിട്ട് ജസ്റ്റ് കഴുകുക. എന്നിട്ട് സോപ്പോ പോലെ സോപ്പിൽ തന്നെ കഴുകിയാൽ മതി. ബാത്തിങ് സോപ്പ് തന്നെ കഴുകിയാൽ മതി. അങ്ങനെ അധികം ഇതാക്കി പിന്നെ നാരങ്ങ വെള്ളത്തിൽ കുറച്ച് സമയം കാലെല്ലാം ഇട്ട് വെച്ചാൽ, അല്ല നാരങ്ങയും ഉപ്പും കുറച്ച് ആക്കി ഉപ്പും കുറച്ച് വെച്ചാൽ കാല് നല്ല വൃത്തിയാവും, ഫ്രഷാവും. പിന്നെ അതിൻ്റെ നെയിൽസ് ഇപ്പം കുറച്ച് ബ്ലാക്കിഷ് ആയിട്ടുണ്ട്. അത് ആക്ച്വലി കുറച്ച് മുന്നേ എനിക്ക് കാലിന് കുത്തിപ്പോയിനായിരുന്നു. അപ്പം നെയിൽസ് കട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം നെയിൽ വലുതായാലേ അത് പോകും. ഞാൻ ക്യൂടെക്സ് ഇപ്പോൾ ഇട്ടിട്ടില്ല. ക്യൂടെക്സ് ഇപ്പോൾ കുറേ ആയി ഇടാതെ. പിന്നെ സോ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ഫ്രണ്ട്സ്. സോ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഗ്രീൻ കളറിലെ ഒരു കോഴ്സെറ്റ് കാണിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ആ ലാസ്റ്റ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് അത് ചെക്കൗട്ട് ചെയ്യാം, വേണമെങ്കിൽ മേടിക്കാം. വേറെയും കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നോക്കാം. സോ thank you and give me a very good and smiling thumbs up